പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വലിയൊരു ദൗത്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ഏൽപ്പിച്ചത്. ഫിർഔനിന് ദഅവത്ത് ചെയ്യാനും ഫിർഔനിൻ്റെ ജനതയെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനുമൊക്കെ അള്ളാഹു മൂസാ നബിയോട് ആവശ്യപ്പെട്ടു. ആ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത് എന്താണ് എന്ന് കൂടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ സെഷനിൽ എന്തായിരുന്നു അത്? ഖുത്ബയുടെയും സംസാരങ്ങളുടെയും ഒക്കെ ആദ്യത്തിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാനാണ് അള്ളാഹുവോട് നമ്മൾ ആ ദുആ ചെയ്യുന്നത്. എന്തായാലും മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു. ഏൽപ്പിച്ച ആ മഹത്തായ റെസ്പോൺസിബിലിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വിശാലമാക്കി കൊടുക്കുകയും ധൈര്യവും സ്ഥിരതയും ഒക്കെ നൽകുകയും ചെയ്യണം എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. ബിക്കോസ് ഹി ഹാഡ് ബീൻ കമാൻഡഡ് വിത്ത് എ ട്രെമൻഡസ് മാറ്റർ. ഹീ ഈസ് നൗ വിത്ത് എ ഗ്രേറ്റ് മിഷൻ. ഭൂമിയിലുള്ള ഏറ്റവും വലിയ രാജാവിനടുത്തേക്കാണ് മൂസ അലൈഹിസ്സലാം അയക്കപ്പെട്ടത്. ആ കാലത്ത് ഭൂമിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരി ആയിരുന്നു ഫിർഔൻ. ഏറ്റവും കഠിനമായ നിഷേധിയും ഏറ്റവും ശക്തമായിട്ടുള്ള ആർമിയുള്ളതും, ദ മോസ്റ്റ് പ്രോസ്പെറസ് ഇൻ കിങ്ഡം, അതുപോലെ തന്നെ ദ മോസ്റ്റ് റെബലിയസ് ആൻഡ് ടൈറണിക്കൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മീ, അത് ഞാനാണ് എന്ന് അനൗൺസ് ചെയ്തിരുന്നു ഫിർഔൻ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം അവരുടെ ഇടയിൽ കുറേ കാലം ജീവിച്ചിരുന്നു അല്ലേ? ഫിർഔനിൻ്റെയും ബനു ഇസ്രായേലിയുടെയും ഇടയിൽ ജീവിച്ചിരുന്നു. ബോൺ ഇൻ ഫറോവാസ് ഹൗസ് ഹോൾഡ് ആൻഡ് റേസ്ഡ് അപ്പോൺ ഹിസ് ബെഡ്. അവരിൽ ഒരാളെ എന്നിട്ട് അബദ്ധത്തിൽ കൊല്ലുകയും ചെയ്തു. അതിനാൽ അവർ പ്രതികാരമായിട്ട് തന്നെ കൊല്ലുമോ എന്ന ഭയം മൂസാ നബിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ കാലയളവൊക്കെ അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. ഇതാണല്ലോ ശരിക്കും സ്റ്റോറി. അതിനുശേഷം അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ നബിയായി നിയോഗിക്കുകയും അവരെ അള്ളാഹുവിലേക്ക് വിളിക്കാനും അവനെ മാത്രം ആരാധിക്കാൻ അവരോട് പറയാനും വേണ്ടി അയക്കുകയാണ്. നോക്കൂ, ജനങ്ങളുടെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയല്ലേ? ഒരു കിബിത്തിയെ കൊന്ന കൊലയാളിയാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് പോയി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ നിന്നാൽ അവർ മൂസാ അലൈഹിസ്സലാമിനെ കൊന്നുകളയുമോ എന്ന് വരെ മൂസാ അലൈഹിസ്സലാം പേടിച്ചു എന്നുള്ളതാണ്. സോ തൻ്റെ ദൗത്യം സക്സസ്ഫുള്ളായി നിർവഹിക്കാൻ സഹായം നൽകണമെന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി റിക്വസ്റ്റ് ചെയ്തത്. മൂസ തൻ്റെ റബ്ബിനോട് വിനീതമായിട്ടും സിൻസിയറായിട്ടും റിക്വസ്റ്റ് ചെയ്തു. അള്ളാഹുവിൻ്റെ ഹെൽപ്പില്ലാതെ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മൂസാ നബിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു, ഹൃദയം വിശാലമാക്കി തരണേ, റെസ്പോൺസിബിലിറ്റി ഈസി ആക്കി തരണേ. മൂസാ നബി പറയുന്നത് ജനങ്ങൾക്കൊക്കെ കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിലാവണേ എന്നൊക്കെ. നോട്ട് ഓൺലി ദാറ്റ്, മൂസ അലൈഹിസ്സലാം റിക്വസ്റ്റഡ് അള്ളാഹ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫിർഔനിൻ്റെ അടുത്ത് പോവാനും അവരെ അള്ളാഹുവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും മൂസാ നബിയുടെ ബ്രദറായ ഹാറൂനിനെ കൂടെ തൻ്റെ കൂടെ അയക്കണം എന്ന്. വജഅല്ലി വസീറം മിൻ അഹ്ലി ഹാറൂന അഖി. ഹാറൂൻ നബി മൂസാ നബിയുടെ ബ്രദറാണ് എന്നതിലപ്പുറം ഒരു ഡാറ്റയും നമുക്ക് ശരിക്കും അവൈലബിൾ ആയിട്ടില്ല. വി ഡോണ്ട് നോ വെൻ ഡിഡ് ഹി ബോൺ ആൻഡ് ഹൗ ഡിഡ് ഹി എസ്കേപ്പ് ഫ്രം ഫിറോൺസ് ബ്രൂട്ടാലിറ്റി. ഇല്ലേ, ഫിർഔൻ കൊന്നുകളയുന്ന അവസ്ഥയുണ്ടായിരുന്നു എല്ലാ ആൺകുട്ടികളെയും. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തത്, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ഹാറൂൻ വളർന്നത് എന്നൊന്നും തന്നെ നമുക്കറിയില്ല. ഏതായാലും ഹാറൂണിന് മൂസ അലൈഹിസ്സലാമിൻ്റെ അസിസ്റ്റൻ്റായി, മന്ത്രിയായി, വസീറായി കൂടെ അയക്കണം എന്ന് അള്ളാഹുവിനോട് മൂസാ നബി ചോദിച്ചു. കാരണം ഹാറൂൻ നബിയുടെ സംസാരം കുറച്ചുകൂടെ ഫസാഹത്തുള്ളതാണ്, ഉഷാറാണ്, ഭയങ്കര കാമുമാണ്. അങ്ങനെ മൂസാ നബിയുടെ ആ റിക്വസ്റ്റിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 35-36 ആയത്തുകളിലൂടെയാണ് അത് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. صدق الله العلي العظيم. നമുക്കതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞു നോക്കാം. ولقد آتينا موسى الكتاب. ولقد آتينا, നാം നൽകി. നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകി. മൂസാക്ക് അൽ കിതാബ്, വേദം നൽകി. അഥവാ മൂസാക്ക് നാം വേദം നൽകി എന്നാണ് അള്ളാഹു പറയുന്നത്. ഏതാണ് മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള ഹോളി ബുക്ക്? എല്ലാവർക്കും അറിയില്ലേ, തൗറാത്താണ് അല്ലേ? പക്ഷേ ഇവിടെ
ഇറ്റ് ഇസ് നോട്ട് മെൻറ്റ് ദ തോറ. പ്രോഫറ്റായ അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ നിയോഗിച്ചത് മുതൽ മൂസാ നബിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് നടത്തിയ കോൺവെർസേഷനും ഫറോവയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് അള്ളാഹു മൂസാ നബിക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നീട് മൗണ്ട് സീനാ പർവ്വതത്തിൽ വെച്ചാണ് അള്ളാഹു മൂസാ നബിക്ക് തൗറാത്ത് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. വജഅൽനാ മഅഹു, അവനോടൊപ്പം മൂസയോടൊപ്പം ആക്കി, അഖാഹു അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ, സഹോദരനെ, ആരാണ്? ഹാറൂൻ, വസീറ ഹെൽപ്പർ ആയിക്കൊണ്ട്, വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി ആയിക്കൊണ്ട്, അഥവാ ആ ചുമതല ഷെയർ ചെയ്യുന്ന ഒരാളായിക്കൊണ്ട്. അപ്പോയിൻറ്റഡ് ഹിസ് ബ്രദർ ഹാറൂൻ വിത്ത് ഹിം ആസ് എ ഹെൽപ്പർ, അല്ലെങ്കിൽ ഒരു സഹായി ആയിക്കൊണ്ട്. ഫഖുൽന ഇദ്ഹബാ ഇലൽ ഖൗമിൽ ലദീന കസ്സബൂ ബിആയാതിന. ഫഖുൽന, അങ്ങനെ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഇദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും പോവുക. ആരോടാണ്? മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂനിനോടും പറയുകയാണ്, ഹാറൂൻ നബിയോടും പറയുകയാണ്. ഫഖുൽന, നാം പറഞ്ഞു, ഇദ്ഹബ, നിങ്ങൾ ഇരുവരും പോവുക, ഇലൽ ഖൗം, ആ ഖൗമിൻ്റെ അടുത്തേക്ക്, ഒരു ജനതയിലേക്ക്. എങ്ങനെയുള്ള ജനതയാണ്? അല്ലദീന കസ്സബൂ ബിആയാതിന. കസ്സബൂ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, ബിആയാതിന, അള്ളാഹുവിൻ്റെ അഥവാ നമ്മുടെ സൂക്തങ്ങളെ നിഷേധിച്ച ജനങ്ങളിലേക്ക് നിങ്ങൾ ഇരുവരും, ബോത്ത് ഓഫ് യു, പോകുവിൻ എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഇവിടെ ബി ആയാത്തിന എന്ന് പറഞ്ഞു അല്ലേ? വിച്ച് ആയാറ്റ്സ് ആർ ഇൻഡിക്കേറ്റഡ് ഹിയർ? അവർ അള്ളാഹുവിൻ്റെ ഏത് ആയത്തിനെയാണ് അവർ നിഷേധിച്ചത്? തൗറാത്ത് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ? തിങ്ക്, എന്തായിരിക്കും അത്? മൂസ നബി അലൈഹിസ്സലാമിന് മുമ്പ് യാക്കൂബ് നബി, യൂസുഫ് അലൈഹിസ്സലാം, ഇവരൊക്കെ വഴി അവർക്ക്, ബനു ഇസ്രായേലർക്ക് ലഭിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് കാലമായി, വർഷങ്ങളോളമായി ബനു ഇസ്രായേലിലെ റൈറ്റിയസ് പീപ്പിൾ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അവർ നിഷേധിച്ചിരുന്നു, ഇസ്രായേലിയർ നിഷേധിച്ചിരുന്നു. അതിനെയാണ് ഇവിടെ ആയാത്തുകൾ, അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ നിഷേധിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഇസ്രായേലിയരുടെ അടുത്തേക്ക് പോകാൻ മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബിയെയും അള്ളാഹു നിയോഗിച്ചു, അവരോട് പോകാൻ വേണ്ടി കൽപ്പിച്ചു. ഫദമ്മർനാഹും തദ്മീറ, ഒടുവിൽ ആ ജനത്തെ നാം തകർക്കുക തന്നെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിൽ കം ടു ദാറ്റ് ലേറ്റർ. സോ മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആ അള്ളാഹു കേട്ടു. അള്ളാഹു സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്, ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ, മൂസ നീ ആവശ്യപ്പെട്ടത് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് പറയുകയാണ്, ഇതിനു മുമ്പും മൂസ ഞാൻ നിനക്ക് ധാരാളം ഔദാര്യം ചെയ്തിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്തു അല്ലേ? മൂസ അലൈഹിസ്സലാം ഹാറൂൻ നബിയെ ചോദിച്ചു, അള്ളാഹു പ്രവാചകനായി ഹാറൂൻ നബിയെ കൊടുത്തു. എന്നിട്ട് അതിനുശേഷം പറയാണ്, ഇനിയും ഒരുപാട് ഔദാര്യം മൂസ ഞാൻ നിനക്ക് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെയാണ് എന്ന് അള്ളാഹു എണ്ണി എണ്ണി പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്. മൂസ നബി ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വഹ്യ് നൽകിയല്ലേ, കുഞ്ഞിനെ ഒരു ബോക്സിലാക്കി നദിയിൽ ഒഴുക്കിക്കോളൂ, അവനെ എൻ്റെ ശത്രു എടുത്തോളും, അഥവാ ഫിർഔൻ എടുത്തോളും എന്ന് അള്ളാഹു പറയാണ്. അള്ളാഹു എന്നിട്ട് പറയുന്നുണ്ട്, മൂസ ഞാൻ നിനക്ക് എന്നിൽ നിന്നുള്ള സ്നേഹം നൽകി, നീ നല്ല രീതിയിൽ വളരാനുള്ള സൗകര്യമൊരുക്കി. എന്തിന്? നിന്റെ ഇത്താത്തയെ, നിന്റെ സഹോദരിയെ ആ വഴി നടത്തിച്ചതും മുലപ്പാൽ തരാൻ വേണ്ടി നിന്റെ ഉമ്മയെ തന്നെ എത്തിക്കുകയും ചെയ്തത് ഈ ഞാനാണ്. നിന്റെ ഉമ്മാനെ ഞാൻ അങ്ങനെ സമാധാനിപ്പിച്ചില്ലേ, സന്തോഷം നൽകിയില്ലേ? തീർന്നിട്ടില്ല, നീ ഒരാളെ കൊന്നു, ആ സമയത്ത് നിന്റെ വിഷമം മാറ്റിയതും നിന്നെ സംരക്ഷിച്ചതും ഒക്കെ ഞാനാണ്. മദിയനിൽ നിന്നെ ജീവിപ്പിച്ചതും ഞാനാണ്. ആൻഡ് നൗ യു ഹാവ് കം അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ്, ഐ ഹാവ് ചോസൻ യു. എന്നിട്ട് അവർ രണ്ടുപേരോടും ഫറോവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചു. അതിനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തനിയ ഫീ ദിക്രി, ഡു നോട്ട് സ്ലാക്കൻ ഇൻ റിമെമ്പറിങ് മീ, എന്നെ സ്മരിക്കുന്നതിൽ നീ എന്ത് ചെയ്യരുത്? വീഴ്ച വരുത്തരുത്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആർക്കും വിജയിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുമ്പോഴാണ്, കൂടുതൽ ഓർക്കുമ്പോഴാണ് അവൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. അത് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും. എന്നിട്ട് പിന്നീട് പറഞ്ഞു, ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഉപദേശമാണ്, അവനോട് മയത്തിൽ സംസാരിക്കണം. ആരോടാണ്? അക്രമിയായ ധിക്കാരിയായ ഫറോവയോട് സംസാരിക്കുമ്പോൾ അള്ളാഹു മാന്യത കീപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്, ടു ടോക്ക് ടു ഹിം ജെന്റ്ലി. അങ്ങനെ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഫിർഔൻ അള്ളാഹുവിനെ ഭയന്നേക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കും എന്ന്. അങ്ങനെ മൂസ അലൈഹിസ്സലാം ലെഫ്റ്റ് ദ വാലി ഓഫ് തുവ. തന്നെ കാത്തിരിക്കുന്ന തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്കാണ് മൂസ നബി പോകുന്നത്. പഴയ മൂസ ആയിട്ടല്ലല്ലോ, മറിച്ചൊരു പ്രവാചകനും ദൂതനുമായി അദ്ദേഹം അവരുടെ അടുത്തേക്ക് മടങ്ങിയെത്തുകയാണ്.
ക്യാരിയിങ് ഗൈഡൻസ് ആൻഡ് ലൈറ്റ് ഫ്രം അള്ളാഹു സുബ്ഹാനഹു വതആല. തൻ്റെ സഹോദരൻ ഹാറൂനോടൊപ്പം ഫിർഔൻ്റെ അടുത്തേക്ക് പോകാനും അവനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുമുള്ള ദൗത്യവുമായിട്ടാണ് മൂസ അലൈഹിസ്സലാം മടങ്ങിയത് അല്ലേ. വടികൊണ്ടും കൈകൊണ്ടുമുള്ള 2 മിറാക്കിൾസ് കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂസ ഈജിപ്തിലെത്തി. ബ്രദറായ സഹോദരനായ ഹാറൂണിൻ്റെ അടുത്ത് പോയി ഈജിപ്ത് വിട്ടത് മുതൽ തിരിച്ച് മടങ്ങി ഈജിപ്തിലെത്തുന്നത് വരെ തനിക്ക് സംഭവിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. അള്ളാഹ് ഹാഡ് ചോസൻ ഹിം ആസ് എ പ്രോഫറ്റ് ആൻഡ് എ മിനിസ്റ്ററിംഗ് അസിസ്റ്റൻറ്റ് അഥവാ വസീർ ടു സപ്പോർട്ട് മൂസ അലൈഹിസ്സലാം എന്ന് ഹാറൂൺ നബിയെ അറിയിച്ചു. ഇനി അവർ 2 പേരും കൂടെ ഫിർഔനിനെ കാണാൻ വേണ്ടി തിരിക്കുകയാണ്. ദ റിമൈനിങ് ഇൻസിഡൻസ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.